നന്ദി. നല്ല റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതെ അതെ അതെ. അല്ല, അത് ഇതുവരെ വെള്ളിയാഴ്ച ഇറങ്ങിയതല്ലോ. അപ്പം വെള്ളിയാഴ്ച നമ്മൾ കൂടുതൽ ആൾക്കാർ തിയേറ്ററിലോട്ട് വരണം. അപ്പം സാർ ഇങ്ങനൊരു കോൺസെപ്റ്റിലൊരു കഥ പറയുമ്പോൾ അത് സാർ ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ ഇങ്ങനൊരു കഥ പറയുക, അതൊരു ഭയങ്കര ഒരു ഡെയറിങ് അറ്റംപ്റ്റാണ് എല്ലാ രീതിയിലും. അപ്പോൾ അത് നമ്മൾ വിചാരിച്ച പോലെയൊക്കെ വന്നിട്ടുണ്ടെന്ന് കാണുമ്പോഴും അതിൻ്റെ റെസ്പോൺസ് വരുമ്പോഴൊക്കെ സന്തോഷം. അപ്പം വരും ആഴ്ച കുറച്ചുകൂടെ ആൾക്കാർ വേർഡ് ഓഫ് മൗത്തോടൊക്കെ അറിഞ്ഞ് കുറച്ചുകൂടെ ആൾക്കാർ വരട്ടെ. സിനിമ ഇനിയും എന്തായാലും നമുക്ക് ഭയങ്കര മോശമായിട്ടുള്ള റെസ്പോൺസ് ഒന്നുമില്ല. നമുക്ക് എല്ലാം ബെറ്റർ, ഗുഡ് അങ്ങനെയൊക്കെയുള്ളൂ. അപ്പോൾ പിന്നെ ഹാപ്പി. ഈ സിനിമയിലൊരു വിജയമുണ്ടല്ലോ, ഇതേ ട്രാക്ക് ഇനിയും ധ്യാൻ ശ്രീനിവാസൻ മറ്റ് സിനിമകളിലേക്കും എത്തിക്കും? അതായത് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് എൻ്റെ ഇതിന് മുന്നിലുള്ള ഇൻ്റർവ്യൂ ഒക്കെ കണ്ടാൽ മതി. ഞാൻ അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നാട്ടിലല്ലായിരുന്നോ? ഇവിടെ പുതിയ ആളാണല്ലേ. എന്നിട്ട് ഒരു ലെജൻഡ് ഡയറക്ടർ കൂടെയാണ് കൈകോർത്തൊരു വിജയം സമ്മാനിച്ചു. നീ ഇത്ര ബേസ് ഉണ്ടായിരുന്നു നിന്റെ ശബ്ദത്തിന്. അപ്പം എങ്ങനെയുണ്ട് ശരിക്കും പറഞ്ഞു ഇപ്പം വിജയം കൈവരിച്ചതിന് ശേഷമുള്ളൊരു മനസ്സിൽ എന്താണ് ഇപ്പം എന്താണ് തോന്നുന്നത് ശരിക്കും? അല്ല, ഇത് സാറിൻ്റെ സ്ഥിരം ഫോർമുലയിലുള്ളൊരു മാസി അല്ലെങ്കിൽ ഭയങ്കര ആൾക്കാരെ എന്താ പറയണ്ടേ മറ്റേ ഗൂസ് ബം മൊമെൻറ്റ്സുള്ള അങ്ങനെ ഒരു സിനിമയല്ല. ഇത് കുറച്ചുകൂടെ സാറൊരു കഥ പറയാൻ ആഗ്രഹിച്ചു. സാറിൻ്റെ ലൈഫിൽ നടന്നൊരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു കഥ പറയാൻ ആഗ്രഹിച്ചു. ആ കഥ കൊണ്ട് അതിൻ്റെ ഒരു സിനിമയ്ക്ക് ഒരു പർപ്പസ് ഉണ്ടാവും. ആ പർപ്പസ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിലൂടെ പറയുന്ന വിഷയങ്ങൾ സാറ് വ്യക്തമായിട്ട് സിനിമയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് സാറ് പറയാൻ ആഗ്രഹിച്ചു, അത് വ്യക്തമായിട്ട് പറയുന്നത്. അതൊരു സാറിന് സ്ഥിരം ഫോർമുലയിൽ വരാത്ത ഒരു നറേറ്റീവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ്, ഒരു സബ്ജക്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അപ്പോൾ സാറിന് വേണമെങ്കിൽ ഭയങ്കര സേഫ് സോണിലുള്ള സാറിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ നിൽക്കുന്ന സിനിമ വെച്ചിട്ട് ഒരു ഡെബ്യൂട്ടറാണ് ട്രൈ ചെയ്തത്. പക്ഷേ സാറ് ഈ പ്രായത്തിൽ ഇങ്ങനൊരു സബ്ജക്റ്റ് എടുത്ത് അത് പിക്ക് ചെയ്തു. അതിനെ തന്നെ നമ്മൾ ഒരു എന്താ പറയണ്ടേ അങ്ങനെ ഒരു അറ്റംപ്റ്റിനാണ് നമ്മൾ ഡെഫിനറ്റ്ലി എക്സ്പെരിമെൻറ്റിൽ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ അറ്റംപ്റ്റിന് തന്നെ നമ്മൾ ഫുൾ മാർക്കാണ്. അല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് സംവിധാനത്തിൽ വരുന്ന ഒരു നടൻ ധ്യാനായി മാറി. അതിലൊരു ഭയങ്കര സംഭവം ഉണ്ടല്ലോ. അത് നിനക്കൊരു സംഭവമായിരിക്കും, എനിക്കൊരു സംഭവമല്ല. കഴിഞ്ഞ ഞാൻ ബിസിനസിന്റെ പടത്തിൽ വലിയ വലിയ ആൾക്കാരുടെ പടത്തിലല്ലേ ഞാൻ അഭിനയിക്കുന്നത്. അപ്പൊ തുടരെ വിജയം ഉണ്ടാവട്ടെ. മണിക്കൂടൻ ചേട്ടൻ ഇതിനകത്തൊരു ഗംഭീര ഒരു ഇൻട്രോ തന്നെ തരുന്നുണ്ട്. അത് കണ്ടപ്പോ എന്താ തോന്നി ഇന്റർവ്യൂല്? അല്ലല്ല, സിനിമയില് മണിക്കൂടൻ ചേട്ടൻ്റെ ഒരു ഇൻട്രോ ഉണ്ട്, ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ആദ്യം നമ്മൾ കാണുന്നത്. അപ്പൊ അത് കണ്ടായിരുന്നോ? സിംഗ് കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഷൂട്ട് ചെയ്ത ഡബ് ചെയ്ത സമയത്ത് കണ്ടത്, എനിക്ക് ഓർമ്മയില്ല. നീ ആരാ? രാജാവോ? ആരെവിടെ? ഈ അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ വട്ടവച്ച് അത് വരുന്നുണ്ടല്ലോ. അപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ ഇത്തരം വിശ്വാസങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. അത് ഞാൻ ഇവിടെ പറയുന്ന കാര്യം ഞാൻ നിന്നോട് പേഴ്സണലി ഞാൻ പറഞ്ഞ വിശ്വാസങ്ങളെ കുറിച്ചിട്ട്